ഇവൻ ആരതി പൊടി എന്ന് പറയുന്ന പെങ്കൊച്ചിനെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നുണ്ട്, ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് അറിയാം കൊച്ചിന്. ആ കൊച്ചു കുടിയും കിടക്കാനത്. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് മെയ് 27 ആണ്. അപ്പം എനിക്കൊരു 90,000 രൂപ വേണം. ഞാൻ അവന്റെ ആ അഭിദേവന്റെ അച്ഛനായിരിക്കും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. നമസ്കാരം, വീണ്ടും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇന്നലെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു പത്രസമ്മേളനം വിളിച്ചത്. ആ പത്രസമ്മേളനം കണ്ടാലേ അറിയാം ആദ്യമായിട്ടാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത്. ഇത്രയും വലിയൊരു പത്രസമ്മേളനത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് പോലും റോബിന് അറിയത്തില്ല എന്നുള്ളത് മറ്റൊരു സത്യം. വേദലക്ഷ്മി, അനന്തു, അതുപോലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ഇവരുടെ പ്രശ്നങ്ങൾ തീരുന്നേ ഇല്ല. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഓരോ വോയിസുകളും അതുപോലെ തന്നെ വീഡിയോസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഡോക്ടർ റോബിൻ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റ് നടത്തിയിട്ട് പറഞ്ഞു, ഇതെന്റെ ലാസ്റ്റ് പ്രസ് മീറ്റ് ആണ്, ഇനി ഞാൻ പ്രസ് മീറ്റ് നടത്തത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അനന്തു എന്ന് പറയുന്ന പുള്ളി നാളെ പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ട്. അതിനകത്ത് കുറെ തെളിവുകളൊക്കെ തരുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പൊ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഓരോന്നായിട്ട് പരിശോധിക്കാം. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. എനിക്ക് ഇതിനകത്ത് ആരുടെയും പക്ഷം ചേരാൻ താല്പര്യമില്ല. നിങ്ങൾ തീരുമാനിക്കുക എവിടെയാണ് ശരി എവിടെയാണ് തെറ്റെന്നുള്ളത്. നിങ്ങൾ മാക്സിമം ഇത് മൊത്തം കാണാൻ ശ്രമിക്കുക. എന്നിട്ട് മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ ഡോക്ടർ റോബിനെ കുറിച്ചിട്ട് അനന്തു എന്ന് പറഞ്ഞ പുള്ളി ഇപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ആ സ്റ്റോറിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതിനകത്ത് കുറെ അലിഗേഷൻസും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അവിടുന്ന് തുടങ്ങാമെന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് പറയാം. 2 ദിവസം മുമ്പ് ഞാൻ അവനെ ചെന്ന് കാണാൻ പോയെന്നത്രേ. അതാണ് റോബിന്റെ പ്രസ്താവന. 2 ദിവസം മുമ്പ് എന്റെ അടുത്ത് കരഞ്ഞ് കാല് പിടിച്ചിട്ട്, മോനെ ഒന്ന് ഇവിടം വേട പാടാ, ഞാനൊരു പ്രസ് മീറ്റ് നടത്താനാ, എനിക്കറിയത്തില്ല, നിനക്ക് നടത്തിയിട്ട് പ്രവൃത്തി പരിചയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവൻ എന്നെ വിളിച്ചു വരുത്തിയിട്ട് വേറൊരാൾക്കെതിരെ കോണ്ടന്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ 2 ഭാഗം കേട്ടിട്ട് കോണ്ടന്റ് ചെയ്ത സമയത്ത് ഇവനാണ് ഒരു കള്ളപ്പട്ടി എന്നെനിക്ക് മനസ്സിലായി. പിന്നെ അവൻ അവിടെ ഇരുന്ന് കുറെ ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ട് 2020-ലോ 2021-ലോ കുറെ ചാറ്റും എടുത്തുകൊണ്ട് വന്നിട്ട് നാട്ടുകാരെ കൊണ്ടിട്ട് കുറെ കോണ്ടന്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്കെന്തോ അങ്ങോട്ട് എന്തോ ആവിപ്പോകുന്നാണോ തോന്നല്. 2021-ല് കേരളത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുള്ള മനുഷ്യന് അപ്പൊ പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോ അതുകൊണ്ടേ നീ ചെയ്യാൻ പറ്റുന്ന ചെയ്യും. ഞാൻ സംസാരിക്കുന്ന 2020-ലെ കാര്യങ്ങളൊന്നുമല്ല റോബിനെ, കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാ കേട്ടോ. പരക്കട്ടെ, ഞാൻ തരുന്നുണ്ട്, അടുത്ത കോണ്ടന്റ് ഉടനെ തരാം. ഞാൻ നിർത്തിപ്പോയായിരുന്നു, പക്ഷെ നീ വെറുതെ എന്നെ പ്രൊവോക്ക് ചെയ്ത്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് 2020-ലെ കാര്യങ്ങളല്ല, ഈ പറഞ്ഞ മാർച്ച് മുതലുള്ള കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഈ വർഷം. അതുപോലെ തന്നെ വെല്ലുവിളിയാണ്. കഴിഞ്ഞ ദിവസം റോബിൻ പറഞ്ഞതാണ് ഈ പറഞ്ഞ അനന്തു എന്ന് പറയുന്ന പുള്ളി തന്നെ വന്ന് കണ്ടിരുന്നു എന്നുള്ളത്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഈ അനന്തു തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഇതേ വാക്യം തന്നെ കഴിഞ്ഞ 2-3 ദിവസം മുന്നേ തന്നെ ഒരു സ്റ്റോറി ഇട്ട് ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഒരു പ്രസ് മീറ്റ് നടത്തണം, അതുപോലെ തന്നെ ഈ പ്രസ് മീറ്റിനകത്ത് എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, നിനക്കാകുമ്പോൾ നല്ല പരിചയം ഉണ്ടല്ലോ, എനിക്ക് പിന്നെ മറ്റൊരാളെ കുറിച്ച് എനിക്ക് വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പുള്ളിയെ വിളിച്ചതെന്ന് പറയുന്നു. അതിനുശേഷം ഈ പുള്ളി അന്വേഷിച്ചപ്പോൾ റോബിനാണ് ഇതിനകത്ത് കുറ്റക്കാരനെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് പുള്ളി ചെയ്യാൻ നിന്നില്ല എന്നാണ് ഇതിനകത്ത് ചുരുക്കത്തിൽ പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ റോബിൻ പോയി പെട്ട ഇടം നല്ല ഇടമാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന അനന്തു എന്ന് പറയുന്ന പുള്ളിയെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ തപ്പിക്കഴിഞ്ഞാലും ഓരോരുത്തർ പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാലും പുള്ളി അത്ര ഡീസന്റ് ആയ പുള്ളി ഒന്നും അല്ല. ഇവര് തമ്മിലൊക്കെ ഭയങ്കര കൂട്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ പരിപാടീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് വേദലക്ഷ്മിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റോബിനെ നീ വാങ്ങിച്ച കാശ് നീ കൊടുക്കാൻ നോക്ക് എന്ന് വേദലക്ഷ്മി പറയുന്ന ഒരു വോയിസ് ഒക്കെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഈ വേദലക്ഷ്മി ആയിക്കോട്ടെ, ഈ പറയുന്ന അനന്തു എന്ന് പറയുന്ന പുള്ളി ആയിക്കോട്ടെ, ഇതിനകത്ത് വേറൊരു പുള്ളിയുണ്ട്, അമൽദേവോ അങ്ങനെ കണ്ടാണ് ആ പുള്ളിയുടെ പേര്. ഇവരാരും എത്ര രൂപ ഈ പറയുന്ന റോബിൻ തരാനുണ്ടെന്നോ, റോബിൻ എത്ര രൂപ റോബിന് കൊടുത്തെന്നോ, റോബിൻ തിരിച്ചെത്ര രൂപ തന്നെന്നോ ഇതിനൊന്നും ഉള്ള തെളിവൊന്നും വെച്ചിട്ടില്ല. ഇവരാരും അങ്ങോട്ട് ഇതൊന്നും പറയുന്നില്ല. പൈസ തരാറുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എത്ര കാശ് എന്തുവാണെന്നൊന്നും പറയുന്നില്ല. ഈ വാലും തലയും ഇല്ലാതെ തന്നെയാണ് ഇവരിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരതി പൊടി എന്ന് പറയുന്ന പെങ്കൊച്ചിനെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നുണ്ട്, ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് അറിയാം കൊച്ചിന്. ആ കൊച്ചു കുടിയും കിടക്കാനത്. ആ കൊച്ചു തന്നെ ആൾക്കാരുടെ അടുത്ത് വിളിച്ചിട്ട് പറയുന്ന വോയിസ് നോട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവനെ പോലെ ഒരു ചെറ്റയാവാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമേ ഇതൊന്നും ഞാൻ ഔട്ടാക്കത്തുള്ളൂ. പക്ഷെ ഇനിയും പ്രൊവോക്ക് ചെയ്ത് തുടങ്ങുന്നു. ഇനിയും നീ പൈസ കൊടുത്ത് PR-നെ വെക്ക്. അപ്പൊ നീ ഇതെങ്ങനെ വെളുപ്പിക്കുന്നതെന്ന് എനിക്ക് കാണും. സ്വന്തം ഭാര്യ പറയുന്നതേ കേട്ടോടാ പൊന്നുമോനെ. ആരതി പൊടി കുടുങ്ങിക്കിടക്കുകയാണ് റോബിന്റെ അടുക്കൽ. അതുപോലെ റോബിനെ കുറിച്ച് ആരതിപ്പൊടി പറയുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ റോബിനെ കുറിച്ച് ഏതോ ഒരു ഫ്രണ്ടിനോട് എങ്ങനെയെങ്കിലും സംസാരിച്ചിരിക്കാം. ആ സംസാരിച്ച് എന്താണെന്നുള്ള വോയിസ് നോട്ട് എന്റെ കയ്യിലുണ്ട്. നീ കളിക്കുവാണെങ്കിൽ ഞാൻ അതെടുത്ത് പുറത്തിടും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ആരും നല്ലവരൊന്നും അല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പ്രശ്നങ്ങളുണ്ട്.
അപ്പം ഇനി കൂടുതൽ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ആരതിപ്പൊടിയുടെ ഓഡിയോ എടുത്ത് ഞാൻ വെളിയിടും. അപ്പൊ നീ അതെങ്ങനെ വെളുപ്പിക്കും എന്ന് എനിക്ക് കാണണമെന്നാണ് പറയുന്നത്. ചുരുക്കം പറഞ്ഞാല് റോബിനെ ശരിക്കും പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. ഈ ആരതിപ്പൊടി എന്തെങ്കിലും ഈ റോബിനെ കുറിച്ച് പറഞ്ഞിരിക്കട്ടെ, ആരോടെങ്കിലും ഏതെങ്കിലും ഫ്രണ്ടിനോടോ ആരോടെങ്കിലും പറഞ്ഞിരിക്കട്ടെ, ആ വോയിസ് നോട്ട് എന്താണെന്ന് നമുക്കറിയില്ല, അത് വെളി വന്നാലേ അറിയത്തുള്ളൂ. പക്ഷേ അത് ശരിക്കും റോബിന് എഫക്ട് ചെയ്യും അത് വെളി വന്നു കഴിഞ്ഞാൽ. എന്നാൽ സ്വന്തം ഭാര്യ ഒരു ഭർത്താവിനെ കുറിച്ച് മറ്റൊരാളോടാണ് പറയുന്നത്. അപ്പൊ അത് എന്തായാലും ചുമ്മാ കള്ളത്തരം പറയത്തില്ലല്ലോ. അപ്പൊ അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. പക്ഷെ അതിനകത്ത് എന്തെങ്കിലും സീരിയസ് അലിഗേഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും റോബിനെ ബാധിക്കും. നിങ്ങളോടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ വീഡിയോ മൊത്തമായിട്ട് കാണണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഇതിനകത്ത് ആരെയും ക്രൂശിക്കണമെന്നൊന്നുമില്ല, ഞാൻ ഇതിന്റെ അകത്ത് ഫാക്ട് മാത്രമാണ് പറയുന്നത്. ആരതിപ്പൊടിയുടെ എന്തെങ്കിലും വോയിസിലെ എന്തെങ്കിലും കാര്യങ്ങൾ വെളിയിൽ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എന്തായാലും വലിയൊരു ചർച്ച തന്നെ നടക്കും എന്നുള്ള കാര്യം സംശയമില്ല. എന്ന് വെച്ചാൽ റോബിനെ പോലെ തന്നെ ആരതിപ്പൊടിക്കും ഫാൻസ് ഉള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം റോബിനും ആരതിപ്പൊടി ഒന്നിച്ചത് എങ്ങനെയാണെന്നും അതിനുശേഷം വന്ന അലിഗേഷൻസും അതിന് മേലുള്ള അലിഗേഷൻസും എല്ലാം നമ്മൾ കണ്ടതാണ്. റോബിൻ ഒരു സൈഡിൽ നിന്ന് ഒന്ന് മിനുക്കി വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും രീതിയിൽ ഇവർ പൊട്ടിച്ച് കളയുന്നു എന്നുള്ളതാണ് എനിക്കിതിൽ നിന്നും മനസ്സിലാകുന്നത്. അതിനുശേഷം റോബിന്റെ ഒരു വോയിസ് പുറത്തു വിട്ടിട്ടുണ്ട് അതേ സ്റ്റോറിയിൽ തന്നെ. ബ്രോ മീറ്റിംഗ് കഴിഞ്ഞു, മീറ്റിംഗ് എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു. ഞാൻ ഇവരുടെ കൂടെ ഇപ്പോൾ ഡൽഹിയിൽ പോവുകയാണ്, ഡൽഹിയിൽ നിന്ന് തജിക്കിസ്ഥാനിലേക്ക് പോവുകയാണ്. അപ്പോൾ തജിക്കിസ്ഥാനിൽ പോയിട്ട് അവിടെ എഗ്രിമെന്റ് കാര്യങ്ങളെല്ലാം സൈൻ ചെയ്ത് ഈ വീക്കിൽ എന്ന് വെച്ചാൽ വെനസ്ഡേ ഓർ തേഴ്സ്ഡേ ഫണ്ട് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം ബ്രോവിന് അത് കംപ്ലീറ്റ് എമൗണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാം, അക്കൗണ്ട് വഴിയാണ്. ഓക്കെ, അപ്പോൾ ഫൈനലി എൻ്റെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളെല്ലാം തീരുന്നു ബ്രോ, ഓൾമോസ്റ്റ് എല്ലാം. ഓക്കെ, സോ ഞാൻ തജിക്കിസ്ഥാനിലേക്ക് പോയി, ഇന്നിപ്പോൾ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോയാൽ, ഡൽഹിയിൽ നിന്ന് തജിക്കിസ്ഥാനിലേക്ക് പോകാം. അവിടെ എഗ്രിമെന്റ് കാര്യങ്ങളെല്ലാം അവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ്ലി വെനസ്ഡേ ഓർ തേഴ്സ്ഡേ കംപ്ലീറ്റ് എമൗണ്ട് കിട്ടും. അപ്പം ബ്രോന് എമൗണ്ട് അല്ല ഇത്ര വരെ വെയിറ്റ് ചെയ്തില്ല, ഇനി കുറച്ച് ദിവസം കൂടെ 4 ദിവസം കൂടെ തീർന്നു, കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. ഓക്കെ, താജിക്കിസ്ഥാനിലോട്ട് ഞാൻ പോകുന്നുണ്ട്, എന്തോ എഗ്രിമെന്റ് ഒക്കെ ഒപ്പിടാനാന്നൊക്കെ പറയുന്നു, എന്തിന്റെയാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഏതോ എഗ്രിമെന്റ് ഒക്കെ ഒപ്പിടാൻ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തരാനുള്ള ക്യാഷ് ആ പറയുന്ന എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിയുമ്പോൾ എനിക്ക് ക്യാഷ് കിട്ടും, ഞാൻ നിങ്ങളുടെ ക്യാഷ് തന്നു തീർക്കുന്നതായിരിക്കും. എന്തായാലും ഇത്രയും നിങ്ങൾ സഹിച്ചല്ലോ, 3-4 ദിവസം കൂടെ സഹിക്കുക എന്നാണ് ആ ഓഡിയോയിൽ പറയുന്നത്. അതിനുശേഷവും ക്യാഷ് കൊടുത്തിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ക്യാഷ് ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഇവർ എത്ര വാങ്ങിച്ചെന്നോ എത്ര കൊടുത്തെന്നോ ഒന്നും ആരും റിവീൽ ചെയ്തിട്ടില്ല ഇതുവരെയും. ഇവർക്കൊക്കെ എത്ര രൂപ റോബിൻ കൊടുക്കാനുണ്ടെന്നോ റോബിൻ എത്ര വാങ്ങിച്ചെന്നോ എന്നും നമുക്ക് ആർക്കും അറിയത്തില്ല, ഇവരാരും പറഞ്ഞിട്ടുമില്ല. എന്നാലും ക്യാഷിന്റെ പ്രശ്നമാണ് ഇത് ഏറ്റവും വലിയ വിഷയമായിട്ട് വന്നിരിക്കുന്നത്. റോബിൻ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുള്ള കാര്യം സത്യമാണ്. അതിൽ എത്രമാത്രം തിരിച്ചു കൊടുത്തു എന്ന് മാത്രമേ നമുക്കിനി അറിയേണ്ടതുള്ളൂ. കോടികൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ചിലർ പറയുന്നു, ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് വേറെ ചിലർ പറയുന്നു. ഇതിനകത്ത് കൺഫേം ആയിട്ട് പറയണമെങ്കിൽ ഇവരാരെങ്കിലും ആ എമൗണ്ട് കൂടി ഒന്ന് പുറത്തു വിടണം. ദയവ് ചെയ്ത് നിങ്ങൾ എമൗണ്ട് പുറത്തു വിടണം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാറ്റ് കളിക്കുന്നത് പോലെ ഒരാൾ അവിടുന്ന് സ്റ്റോറി ഇടുന്നു, വീഡിയോ ഇടുന്നു, മറ്റൊരാൾ അപ്പുറത്തിടുന്നു, സ്റ്റോറി ഇടുന്നു, വീഡിയോ ഇടുന്നു. ഈ കണ്ടുകൊണ്ടിരിക്കാൻ നമ്മളൊക്കെ വണ്ടർ അടിച്ചിരിക്കുക. ഇതെന്താ ഈ നടക്കുന്നത്? കുറെ തെറിയ റോബിനെ പറയുന്നു, റോബിൻ വന്നിട്ട് ഇവരെ കുറിച്ച് വേറെന്തൊക്കെയോ പറയുന്നു. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പത്രസമ്മേളനം നടന്നായിരുന്നു റോബിന്റെ. പക്ഷെ റോബിനോട് അതിനകത്ത് ഒരാൾ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. 90,000 രൂപ റോബിൻ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു അലിഗേഷൻ വന്നായിരുന്നു. ഈ അമൽദേവിനാണോ ഈ പറഞ്ഞ അനന്തുവിനാണോ എന്ന് അറിയത്തില്ല. അത് അവിടെ വന്ന ആ പത്രസമ്മേളനത്തിൽ വന്നിരുന്ന ഒരു ചാനലിന്റെ ആള് ഈ പറഞ്ഞ റോബിനോട് ചോദിക്കുന്നു, നിങ്ങൾ പൈസ കൊടുക്കാനുണ്ടോ, നിങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ, 90,000 രൂപ കൊടുക്കാനുണ്ടോ എന്നുള്ള രീതിയിൽ അവിടെ ചോദിക്കുന്നുണ്ട്. ആ ചോദിച്ചപ്പോൾ റോബിന്റെ പ്രതികരണം നമുക്ക് നോക്കാം. വീഡിയോയുടെ കാര്യം പറഞ്ഞു, 90,000 പറഞ്ഞ വീഡിയോ, ആ വീഡിയോ ഇപ്പൊ എങ്ങനെ ബ്രോ അറിഞ്ഞു? ഞാൻ ചോദിച്ചത്, ആ വ്യക്തി എന്റെ അടുത്ത് ആവശ്യപ്പെട്ട് ഞാൻ അയച്ചു കൊടുത്ത വീഡിയോ എന്നിട്ട് ആ വ്യക്തി, എനിക്കിപ്പോ പ്രാന്തില്ലല്ലോ ഇങ്ങനെ പറഞ്ഞിട്ടൊരു വീഡിയോ എടുത്ത് അയച്ചു കൊടുത്ത് കാശ്, അയാൾ എന്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന, എനിക്കും ഈ അഭിദേവിന് അറിയാവുന്ന, പേഴ്സണലി അറിയാവുന്ന ആ ഒരു വീഡിയോ ബ്രോന് എങ്ങനെ അറിയാം ബ്രോ? എങ്ങനെ അറിയും? ഈ പറയുന്ന അമൽദേവാണ് ഈ റോബിനെ കൊണ്ട് വീഡിയോ ചെയ്യിച്ചതെന്നാണ് റോബിൻ പറയുന്നത്. ഇത് എനിക്ക് അമൽദേവിന് മാത്രമുള്ള കാര്യങ്ങൾ താങ്കൾ എങ്ങനെ അറിഞ്ഞു എന്നാണ് ഒരു മീഡിയക്കാരൻ ചോദിച്ചപ്പോൾ മീഡിയക്കാരനോട് ഈ പറയുന്ന റോബിൻ ചോദിക്കുന്നത്. ഇതെന്തോ ക്വസ്റ്റ്യനാണ് റോബിനെ? ഈ മീഡിയ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതൊക്കെ തപ്പിയെടുക്കും. ഇല്ലെങ്കിൽ റോബിൻ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുന്നു എന്ന് അറിയുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളും അതിനുള്ള തെളിവുകളും ഒക്കെ അവരും അയച്ചു കൊടുക്കും ഈ പറയുന്ന മീഡിയക്കാർക്ക്. അത് 1-2 പേർക്കൊന്നും അല്ല, പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ പുള്ളിയാണ് ചോദ്യം ചോദിച്ചത്. അതിന് ആ പുള്ളിയോട് ദേഷ്യപ്പെടുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നിന്നും എങ്ങനെ വ്യതിചലിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നതിന് റോബിൻ ചൂടായതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ജോലിയാണ്, നമ്മൾ ജേർണലിസ്റ്റ് ആണല്ലോ. അച്ഛൻ വന്ന് പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ അല്ലേ? ആ പുള്ളിയെ ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? എന്ന് വെച്ചാൽ എനിക്കും ആ വ്യക്തിക്കും അറിയാവുന്ന ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ടുള്ള അയച്ചു കൊടുത്തിട്ടുള്ള സംഭവം പുള്ളിക്കാർ അറിഞ്ഞിരിക്കുന്നു. എങ്ങനെ അറിഞ്ഞു ബ്രോ? പറയാം ബ്രോ. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ആ അഭിദേവിന്റെ അച്ഛനായിരിക്കും വന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഇനി ആരാ നിങ്ങളുടെ ഇതൊക്കെ ഇടണേ? അമൽദേവിന്റെ അച്ഛനായിരിക്കും എന്ന് പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് ആ ബോഡി ലാംഗ്വേജ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ റോബിന്റെ. എന്റെ റോബിനെ, അവൻ ഒരു ജേർണലിസ്റ്റ് ആണ്. അവൻ പറയുന്നുണ്ട്, ഞാനൊരു ജേർണലിസ്റ്റ് ആണ്,
എനിക്ക് അങ്ങനെയൊക്കെ പല ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടും. ഇൻഫർമേഷൻ കിട്ടിയാൽ അങ്ങോട്ട് ചോദിക്കുന്നത് എന്താ, അതിന്റെ സത്യാവസ്ഥയാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് റോബിൻ ആ ക്വസ്റ്റ്യനിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് അവിടെ ഈ പറഞ്ഞ അമൽദേവിന്റെ തന്തയായിരിക്കുമെന്ന് നിന്നോട് പറഞ്ഞത് എന്നുള്ള രീതിയിൽ ഈ ജേർണലിസ്റ്റിനോട് പറയുകയാണ്, അല്ലെങ്കിൽ ഈ മീഡിയ പേഴ്സണോട് പറയുകയാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്നിട്ട് അവിടെ റോബിൻ കാണിക്കുന്ന ആക്ഷൻ എന്താണ്? ഇതിനകത്ത് ഞാൻ ഇത് കണ്ടിടത്തോളം റോബിൻ ഇതിനകത്ത് കുറച്ചൊക്കെ വെളുക്കാൻ ശ്രമിക്കുന്നുണ്ട്. റോബിന് തെറ്റുണ്ട്, ശരിയുമുണ്ട്, അതുപോലെ തന്നെ അപ്പുറത്തും ശരിയുണ്ട്, തെറ്റുമുണ്ട്. പക്ഷെ റോബിൻ ഇവിടെ ഓവറായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, ഓവറായിട്ട് ചോദിക്കുന്നവരോ, ആ പത്രസമ്മേളനം കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, ചോദിക്കുന്നവരോടൊക്കെ ഓവറായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓവറായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് വെച്ചാൽ അവിടെ ഇവിടെ മുട്ടാതൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷെ ഇത് അമൽദേവിന്റെ തന്തയാണ് എന്ന് പറഞ്ഞത്, നിന്നോട് പറഞ്ഞത് മറ്റുള്ള മീഡിയക്കാർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന്. എന്ത് മനസ്സിലായെന്ന്? പുള്ളി അവിടുന്ന് പറയിപ്പിച്ചിട്ടാണ് ഈ ചോദിക്കുന്നതെന്നാണോ? അതങ്ങനെയാണ് ഇൻഫർമേഷൻ. ഇപ്പൊ നിങ്ങൾ ഒരു പത്രസമ്മേളനം നടത്തുന്നു, അത് ഏത് രാഷ്ട്രീയ പാർട്ടി നടത്തിയാലും ആര് നടത്തിയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവിടുന്നൊക്കെ ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ അലിഗേഷൻസ് ഉണ്ട് അതിനെപ്പറ്റി ചോദിക്കണം എന്ന് പറയും. അങ്ങനെയാണ് പലരും ചോദിക്കുന്നത്. അതിൽ എന്ത് തെറ്റാണ് ആ പുള്ളി ചെയ്തത്? പക്ഷെ റോബിൻ ഇവിടെ കുറച്ച് ഉരുളുന്നുണ്ടെന്നുള്ള കാര്യം ഇത് കാണുന്നവർക്ക് മനസ്സിലാവും, അന്തം ഫാൻസിന് മനസ്സിലാവില്ല. അത് വേറെ കാര്യം. അപ്പൊ റോബിന്റെ ആ വീഡിയോ എന്നുവെച്ചാൽ ഈ 90,000 ചോദിക്കുന്ന വീഡിയോ വേദലക്ഷ്മി പുറത്തു വിട്ടിട്ടുണ്ട്. വേദലക്ഷ്മി അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്, നമുക്കിനി അത് കേൾക്കാം. അപ്പോ രാവണ യുദ്ധം തുടങ്ങാം. ഇന്നലത്തെ റോബിന്റെ പ്രസ് മീറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവര് ഇപ്പൊ തന്നെ പോയി കാണണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല. രാവണ യുദ്ധം തുടങ്ങാവുന്നത്, എനിക്ക് ഈ രാവണ യുദ്ധം എന്ന് പറയുമ്പോഴേ എനിക്ക് ആ മറ്റേ രണ്ട് വാച്ചൊക്കെ കെട്ടി വന്ന് പോസ്റ്റർ ആക്കി എനിക്ക് ഓർമ്മ വരുന്നത്. ഇത് ആ സിനിമ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ, ഞാനിപ്പോ അത് കേട്ടോണ്ട് പറഞ്ഞതാ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോബിൻ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ തുടങ്ങുന്നു. അപ്പൊ ഇന്നലത്തെ പ്രസ് മീറ്റ് നടത്തേണ്ടതും അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കേൾക്കണം എന്നുള്ളതും ഏറ്റവും കൂടുതൽ എന്റെ ആവശ്യമായിരുന്നു. കാരണം ഇമേജ് രക്ഷപ്പെടുത്താൻ റോബിൻ ഏത് എക്സ്റ്റെന്റ് വരെ പോകണമെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഈ ഇമേജ് രക്ഷപ്പെടുത്താൻ റോബിൻ ഏത് അറ്റം വരെ പോകുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട് ആ ഇന്റർവ്യൂ കണ്ടിട്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, റോബിൻ ആ പത്രസമ്മേളനത്തിൽ തന്റെ ഇമേജ് കറക്റ്റായിട്ട് നിർത്താൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അവിടെ ഒരുപാടിടത്ത് പാളി പോകുന്നുമുണ്ട്. ഇപ്പം റോബിൻ കടം വാങ്ങിക്കുന്നതോ ഒന്നും ഇവിടെ വിഷയമേ അല്ല. പക്ഷെ ആ കടം വാങ്ങിച്ച പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളാണ്. അത് 1, 2, 3 അവധിയൊക്കെ പറഞ്ഞിരിക്കാം, അതിനുശേഷവും കൊടുത്തു കാണത്തില്ല. അതിനുശേഷം റോബിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം. അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. റോബിൻ രാധാകൃഷ്ണൻ ഇന്നലെ നടത്തിയ പ്രസ് മീറ്റിൽ എന്റെ പേര് കൂടാതെ റോബിൻ തന്നെ സൈബർ കൊട്ടേഷൻ കൊടുത്തിട്ട് വിളിച്ചിട്ട് വന്ന ഡോക്ടർ ഡ്രേക്ക് എന്ന് പറയുന്ന അനന്ത് സുൽജിത്തിന്റെ പേര്, ഇത് കൂടാതെ അബിൽ ദേവ് എന്ന് പറഞ്ഞ മൂന്നാമതൊരു വ്യക്തിയുടെ പേരും കൂടെ പറയുന്നുണ്ട്. സോ ഇത്രയും വളർന്ന് പന്തലിച്ച് അജാനബാഹുവായിട്ട് നിൽക്കുന്ന വിദ്യാഭ്യാസമുള്ള ലോക പരിചയമുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഒരു പാവെ കളിപ്പിക്കുന്ന പോലെ കളിപ്പിച്ചുകൊണ്ടിരുന്ന അബിൽ ദേവ് ഡിസംബർ 2025 തൊട്ട് റോബിനെ ഭീഷണിപ്പെടുത്തി. അത് കളിയാക്കുന്നതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇത്രയും വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ കാര്യവിവരവുമുള്ള റോബിനെ ഇവരെ ഇട്ട് കളിപ്പിക്കുന്നു എന്നാണ് റോബിൻ പറയുന്നത്. കൂടുതൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഇവരെന്താണ് കാണിക്കുന്നത് എന്നൊക്കെ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വേദലക്ഷ്മി ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ ഒരു വലിയൊരു മഹാനെ ഞങ്ങൾ കളിപ്പിച്ചു എന്നാണോ, ഇവർ ഈ കളിപ്പിച്ചെന്നാണോ ഈ പറയുന്നത് എന്ന് കളിയാക്കുന്ന രീതിയിലാണ് ഈ പറഞ്ഞേക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ടുള്ള ഇവരുടെ ഒരു ചാറ്റ് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ആണ് ഇന്നിവിടെ കാണിക്കുന്നത്. എനിക്ക് അത്ര അധികം സമയമൊന്നുമില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ റോബിന്റെ തട്ടിപ്പ് നടത്തുന്നതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തും. ബൈ. അപ്പോൾ ബാക്കി നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. മനസ്സിലായല്ലോ റോബിൻ എങ്ങനെയാണ് തട്ടിപ്പ് നടത്തുന്നതെന്ന് നിങ്ങൾ ആ ചാറ്റ് കണ്ട് മനസ്സിലാക്കുക എന്നാണ് പറയുന്നത്. ഇനി ഈ ചാറ്റ് ആ വീഡിയോ കോൾ ഉൾപ്പെടെ കുറച്ച് ഞാനൊന്ന് വിശദീകരിച്ചു തരാം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിപ്പോ, എന്നാലും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നോ റെസ്പോൺസ് ഫ്രം യുവർ എൻഡ്. ഒരു മെസ്സേജ് മെഗ് എന്നാണ് അയച്ചിരിക്കുന്നത്, മെസ്സേജ് എന്നായിരിക്കും. മെസ്സേജ് അയച്ചാൽ അപ്പോൾ നോക്കുന്ന ആളാണ് ആളാണ് നീ. ചേഞ്ച് ഉണ്ടാവില്ല, എക്സ്ട്രീം ആണ്. ഇനി ഒരു ഡിസ്പ്യൂട്ട് നീ ഉണ്ടാക്കരുത്, സീരിയസ്ലി പറയുക എന്ന് ഇവിടുന്ന് പറയുന്നുണ്ട്. ഇവന്റ് നടക്കുവാണെന്ന് പറഞ്ഞിട്ട് ഇവന്റ് നടക്കുക. അപ്പൊ 28-ന് ഒരു ചേഞ്ച് ഇല്ല എന്ന് പറയുന്നുണ്ട്. ക്യാഷ് എനിക്ക് 28-ാം തീയതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഇനി ഒരു ചേഞ്ച് വരരുത് എന്നായിരിക്കാം, ഇത് മറക്കരുത് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അതിനുശേഷമാണ് വീഡിയോ കോൾ വഴി ഈ പറയുന്ന പൈസ ചോദിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ ആണ് ഈ പറഞ്ഞ അമൽദേവ് പറഞ്ഞിട്ട് താൻ പോസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞ പൈസ 90,000 രൂപ ചോദിച്ചിരുന്നു. ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു എനിക്കൊരു വീഡിയോ അയച്ചു തരണം ഇങ്ങനെ പറഞ്ഞിട്ട്, എനിക്കത് സൂക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന്. ഇത്ര പൈസ കൊടുക്കുന്നതായിരിക്കും, അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ ഇതിനു മുമ്പും ഇതുപോലെ പൈസ വാങ്ങിച്ചിട്ട് കുറച്ചൊക്കെ താമസിച്ചിരിക്കാം, കിട്ടുന്ന ഒരു അവസ്ഥയിലൊക്കെ എത്തിക്കാണത്തില്ല. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് മെയ് 27-ാം തീയതിയാണ്. അപ്പം എനിക്കൊരു 90,000 രൂപ വേണം.
90,000. സോ അബിൽ ബ്രോന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, എനിക്കറിയാം അബിൽ ബ്രോയിനെ ഹെൽപ്പ് ചെയ്യുന്നത്. വളരെ നല്ല തങ്കപ്പെട്ട പാവം മനുഷ്യനാണ് അബിൽ ബ്രോ. അപ്പം ദൈവത്തോർത്ത് കനിയണം, ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു രാത്രിക്കകത്ത് ഒരു 10 മണിക്കകത്ത്, ജസ്റ്റ് ഒരു ദിവസം പോലും വേണ്ട, 10 മണിക്കകത്ത് 27-ാം തീയതി തന്നെ രാത്രി 10 മണിക്കകത്ത് 10:30 ഞാനത് ട്രാൻസ്ഫർ ചെയ്തേക്കാം. എനിക്കൊരു 90,000 ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഇതൊരു റിക്വസ്റ്റ് ആണ്. പിന്നെ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ സീസൺ 8 വിന്നറായിട്ട് വരട്ടെ. ഈ ഒരു ബ്രദറിന്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ വിജയിച്ചു വരൂ. ഇനി ഇതൊന്ന് ഹെൽപ്പ് ചെയ്യ് പ്ലീസ് എന്ന് പറയാം. ഒരു മനുഷ്യൻ എത്രമാത്രം താഴാം എന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ട് എനിക്ക് ഈ റോബിന്റെ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. ഒരാളോട് പൈസ ചോദിക്കുകയാണ്, ആ പൈസ ചോദിക്കുന്ന രീതിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പം ഈ പറഞ്ഞ അമൽദേവ് എങ്ങാണ്ട് ബിഗ് ബോസ് സീസൺ 8 വരുന്നുണ്ടോ എനിക്കറിയത്തില്ല. ഇപ്പൊ അത് പറയുന്നത് ബിഗ് ബോസ് സീസൺ 8 എല്ലാവിധ വിജയാശംസകളും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് എത്രമാത്രം ഒരാൾ തരം താഴാം എന്ന് നമുക്കിപ്പം മനസ്സിലായല്ലോ. ഇനി എത്ര രൂപ നിനക്ക് കൊടുക്കാനുണ്ടെങ്കിൽ നീ ഒരു കൂട്ടുകാരനോട് ചോദിക്കുകയാണ്. പുള്ളി ഉടനെ പറയുക, നീ എനിക്കൊരു വീഡിയോ ചെയ്ത് അയച്ചു തന്നാലേ ഞാൻ നിനക്ക് പൈസ തരത്തുള്ളൂ എന്ന് പറഞ്ഞാല് നിന്റെ പൈസ അങ്ങനെ ഇപ്പൊ വേണ്ട എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. വേറെ ആരും പൈസ കൊടുക്കാൻ കാണത്തില്ലായിരിക്കാം, ഒരു വിശ്വാസത്തിന്റെ മേലായിരിക്കാം ഈ പറയുന്ന റോബിൻ ചോദിച്ചത്. പക്ഷെ അവിടുന്ന് പറഞ്ഞത് റോബിനോട് വിശ്വാസം ഇല്ലാത്ത രീതിയിലാണ്. റോബിനെ, നീ പൈസ വേണമെങ്കിൽ നീ ഇങ്ങനെ വീഡിയോ അയക്കണം എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയാണ് റോബിൻ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ വീഡിയോ ചെയ്ത് കൊടുത്തതെന്നാണ് റോബിൻ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? റോബിനെ തീരെ വിശ്വാസം ഇല്ല, പൈസ തിരിച്ചു കിട്ടും എന്നുള്ളൊരു വിശ്വാസമില്ല. എന്നാൽ റോബിൻ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു തെളിവിന് വേണ്ടി സൂക്ഷിക്കാൻ വേണ്ടി ആയിരിക്കാം പുള്ളി ഈ വീഡിയോ വാങ്ങിച്ചത്. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളവരുടെ പൈസ വാങ്ങിക്കാൻ പോകരുത്. എത്ര കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരുടെ അല്ല പോയി കാശ് വാങ്ങിക്കുമോ? റോബിനെ നിന്നെ വിശ്വാസം ഇല്ല പുള്ളിക്ക്. അത് നിനക്ക് ആ വീഡിയോ ഇടാൻ പറയുമ്പോഴേ നിനക്ക് അറിയത്തില്ലേ? നിങ്ങൾ ഇത്ര ഡോക്ടറൊക്കെ പഠിച്ചതല്ലേ? അപ്പൊ ഒരാൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ വിശ്വാസമില്ലാന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പൈസ കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഇതായിരിക്കാം. ആ സമയത്ത് അങ്ങനെ ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് താഴോട്ട് നോക്കാം. അതിനുശേഷം സ്റ്റിക്കറുകളാണ് അയക്കുന്നത് കേട്ടോ. അതിന് താഴെ ഉണ്ട് ചെക്ക് ദിസ് വീഡിയോ എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. അതിനെയും താഴെ ഈ വീഡിയോ ഫുൾ കാണൂ, എമർജൻസി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കരയുന്ന ഇമോജി, നടന്ന് ഇങ്ങനെ പോകുന്ന ഇമോജി, നോക്കുന്ന ഇമോജി, ഇതൊക്കെ ഇട്ടേക്കുന്നത്. അപ്പം അവിടുന്ന് പറയാണ്, റോബിൻ നീ എന്തൊക്കെയാ അയക്കുന്നത് എന്ന് ഈ നിൽക്കുന്ന ആള്, അമൽദേവായിരിക്കാം, ഈ നിൽക്കുന്ന ആള് ചോദിക്കുന്നു. അതിനുശേഷം റോബിൻ പറയുന്നതാണ്, എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ, വർക്കർ സാലറി കൊടുക്കണം ബ്രോ, നോ വേ എന്ന് ഇവിടുന്ന് അങ്ങോട്ട് അയക്കുന്നുണ്ട്. ബ്രോ നോ വേ. അപ്പോഴത്തേക്ക് റിക്വസ്റ്റ് ചെയ്ത പോലെ നമസ്തേ കൊടുത്തിട്ട് റിക്വസ്റ്റ്, എനിക്ക് പൈസ തരണം എന്നുള്ള റിക്വസ്റ്റ്. എനിക്ക് ഹെൽപ്പ് ചെയ്യൂ, സീസൺ 8 വിന്നർ എന്ന് പറയുന്നുണ്ട്. അത് റോബിൻ അയച്ച മെസ്സേജ് ആണ് കേട്ടോ. എനിക്ക് ഹെൽപ്പ് ചെയ്, സീസൺ 8 വിന്നർ എന്ന് വെച്ചാൽ റോബിൻ പറഞ്ഞാൽ പുള്ളി സീസൺ 8 വിന്നർ ആകും, നീ ഇതൊന്നും പേടിക്കണ്ട, ഞാൻ ഏറ്റു എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ റോബിൻ പറഞ്ഞാലും കുറച്ച് വോട്ട് മറിയുന്നുള്ള കാര്യം ഉറപ്പാണ്. റോബിന് ഇപ്പോഴും നല്ല സപ്പോർട്ടൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ ഒരാളെ ജയിപ്പിക്കാനൊക്കെ പറ്റുമോ? പണ്ടത്തെ ആയതൊന്നും ഇല്ല റോബിനെ. അതൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. അതിനുശേഷം ബ്രോ എന്ന് പറഞ്ഞിരുന്നുണ്ട്. പിന്നെ അതിന് താഴെ വരുമ്പോൾ യു ആർ ദ ഹീറോ, ഹി മാൻ. ശരി, വലിയ ആളായി പോയി, നൈറ്റ് 10 PM റിട്ടേൺ ഇടും. അപ്പം മറ്റേ പുള്ളി ഇടുന്ന റോബിൻ 100% നോ, 100% തരില്ല എന്നുള്ള രീതിയിലാണ് ഇട്ടേക്കുന്നത്. സോറി ബ്രോ എന്ന് പറഞ്ഞ് ഇപ്പുറത്ത് ഇട്ടിരിക്കുന്നു. 100% നോ എന്നൊക്കെ പറയുന്നുണ്ട്. സോറി ബ്രോ, പറ്റുന്നതെല്ലാം നിനക്ക് ചെയ്തു തന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് അയക്കുന്നു. സോറി, എന്ത് ചെയ്യണമെന്നറിയില്ല, ആകെ ഒരു ഹോപ്പ് ബ്രോ ആയിരുന്നു. 100% നോ റോബിൻ എന്ന് പറയുന്നുണ്ട്. 100% ഞാൻ നിനക്ക് ക്യാഷ് തരത്തില്ല എന്നാണ് ഈ പറയുന്നത്. അതിനുശേഷം റോബിൻ കരയുന്ന ഒരു ഇമോജി ഇട്ടേക്കുന്നു. ഞാൻ അല്ലെങ്കിലും ഒരു ഓർഫൻ ആണല്ലോ എന്ന് റോബിൻ അവിടുന്ന് ഇങ്ങോട്ടിട്ടിരിക്കുന്നു. ലാസ്റ്റ് 2 ടൈം റിമൈൻ ലാസ്റ്റ് 2 തവണത്തെ നീ ഒന്ന് ഓർക്കുക, പറഞ്ഞു ചെയ്തു തന്നു എന്നിങ്ങനെയൊക്കെ എഴുതിയേക്കുന്നത്. അതിനുശേഷം ഞാൻ ആ ഫണ്ട് തിരിച്ചു കൊടുത്തു, ഇത് ഇന്ന് നൈറ്റ് 10 PM റിട്ടേൺ ചെയ്യാം എന്ന് വെച്ചാല് വേറെ ആയിരുന്നു വാങ്ങിച്ച ക്യാഷ്, ആ ക്യാഷ് ഞാൻ തിരിച്ചു കൊടുത്തു, ഇത് ഞാൻ രാത്രി 10 മണിക്ക് മുന്നേ റിട്ടേൺ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലീസ്, ഇല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എസ് രാധാകൃഷ്ണൻ അല്ല എന്നിട്ടേക്കുന്നു. 90K 10 PM. അതിനുശേഷം ഓഡീഷൻ ഒക്കെ എങ്ങനെ പോകുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു, ഹോപ്പ് യു ഡിഡ് വെൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വീഡിയോ കോൾ ചെയ്യുന്നു, എടുക്കുന്നില്ല. ബ്രോ ഒരു ഹെൽപ്പ് പ്ലീസ്, കൈൻഡ് റിക്വസ്റ്റ് പ്ലീസ്, നെക്സ്റ്റ് ഓഡീഷൻ എപ്പോഴാ? ഇന്ന് നൈറ്റ് റിട്ടേൺ ചെയ്യാമെന്ന് അതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട് പൈസ. ബെഗ് യു ബ്രോ പ്ലീസ്, ഇന്ന് നൈറ്റ് 10 PM ട്രാൻസ്ഫർ ചെയ്യും, എനിക്കറിയാം നിങ്ങൾ ഇടും. അഭിൽ ബ്രോ പാവമാ ബ്രോ, പ്ലീസ് സോറി ലീവ് ഇറ്റ്. അതിനുശേഷം ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്, പറ്റുമെങ്കിൽ ഒരു ലാസ്റ്റ് ടൈം. അപ്പൊ 100% ഞാൻ തരില്ല എന്ന് ഈ അഭിൽ എന്ന് പറയുന്ന ആള് ഇവിടുന്ന് പറയുന്നുണ്ട്. അതിനുശേഷം 25K മതി, എനിക്ക് 90 വേണ്ട, എനിക്കൊരു 25 തന്ന് സഹായിക്കാൻ
പറയുന്നുണ്ട്. അത്രമാത്രം കാലി വീണാണ് റോബിൻ ചോദിക്കുമ്പോഴും അവർ പറയുന്നു തരത്തില്ല എന്ന്. റോബിൻ ഇവിടുന്ന് തരണം, ഞാൻ തന്നേക്കാം എന്ന് പറയുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കൊടുക്കാതിരുന്നതിന്റെ കാര്യം ഇടയ്ക്ക് ഇവർ ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, നീ നേരത്തെ 2 തവണ വാങ്ങിച്ച ആ ക്യാഷിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഞാനത് റിട്ടേൺ ചെയ്തല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് താമസിച്ചായിരിക്കാം റിട്ടേൺ ചെയ്തത്. പിന്നെ ഇവർക്ക് തോന്നിക്കാണും ഇനി പൈസ കൊടുത്താൽ ശരിയാവത്തില്ല എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം ഇവര് കൊടുക്കാതിരുന്നത്. അവസാനം എന്തൊക്കെ പറഞ്ഞിട്ടും കിട്ടാത്ത സ്ഥിതിക്ക് റോബിൻ എന്ത് പറയുന്നു, ബിഗ് ബോസ് സീസൺ 8 വിന്നർ താങ്കളാണെന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സൂപ്പിയിലൊന്നും പുള്ളി വീണില്ല. പുള്ളി പറഞ്ഞ് തരത്തില്ല എന്ന് പറയുന്നു. ലാസ്റ്റ് കയ്യും കാലും പിടിച്ചൊക്കെ ചോദിക്കുന്നു, കൊടുക്കുന്നില്ല. 25,000 താ എന്ന് പറയുന്നു, അതും കൊടുക്കുന്നില്ല. അതിന്റെ വീഡിയോയാണ് അപ്പം വേദലക്ഷ്മി പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പം റോബിൻ ക്യാഷിന് വേണ്ടി എത്രമാത്രം വരെ താഴും എന്നുള്ള രീതിയിലാണ് ഇവിടെ ഏതറ്റം വരെ പോകും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് വേദലക്ഷ്മി ഇതെടുത്തിട്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ എനിക്ക് പേഴ്സണലി ഈ പറഞ്ഞ കണക്ക് ഫണ്ടും കാര്യങ്ങളൊക്കെ അയച്ചു തന്നതിന് ശേഷം ഇയാൾ എനിക്ക് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 2025 ആ ഒരു ജൂൺ ജൂലൈ സമയം തൊട്ട് ഇയാൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഇയാൾ തിരിച്ച് അക്കൗണ്ട് പറയുമ്പം ഈ പറയുന്ന കണക്ക് വേറെ ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് എനിക്ക് അയച്ചു തരുന്നത്. ഓക്കെ, ഈ വ്യക്തിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരത്തില്ല. ഇയാൾ ഈ പറഞ്ഞെടുക്കുന്നുണ്ട്. ഇതിപ്പം എന്താണ് അഞ്ജലി ജെ നായർ എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ട് എനിക്ക് അയച്ചിരുന്നു. എനിക്ക് ഈ വ്യക്തി ആരാന്ന് പോലും അറിയത്തില്ല. അതേപോലെ പല ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഈ പുള്ളിക്കാരൻ അയച്ചു തന്നിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഓക്കെ, നവീൻ എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. അപ്പൊ ഞാൻ ഇയാൾ എനിക്ക് ഫണ്ട് അയച്ചു തരുന്നു, ഞാൻ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. പല അക്കൗണ്ടിലേക്ക് പറയും. ഞാൻ ശരി, ഞാൻ അപ്പൊ എൻ്റെ ഒരു സുഹൃത്തല്ലേ, ഒരു ഫ്രണ്ട് അല്ലേ, നമ്മൾ ഈ പറയുന്ന പുള്ളി അബിലെന്ന് പറയുന്ന പുള്ളിക്ക് പൈസ കൊടുക്കുന്നു. അതിനുശേഷം മറ്റൊരു അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ടാൽ മതി എന്ന് പറയുന്നത് അത് സർവ്വസാധാരണ നടക്കുന്നതാണ്. ഇപ്പൊ നമ്മളൊരു 500 രൂപത്തോട് കടം വാങ്ങിച്ചാലും എടാ നീ എനിക്കൊരു കാര്യം ചെയ്യാൻ എനിക്കിടണ്ട, മറ്റേ പുള്ളിക്ക് ഇട്ടേക്കെന്നൊക്കെ നമ്മൾ പറയും. റോബിൻ പറയുന്നത് അങ്ങനെ വാങ്ങിച്ച പൈസ ഒക്കെ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, ഞാൻ തിരിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എനിക്കിതിനകത്ത് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇതിപ്പോ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോയി. റോബിൻ പൈസ കൊടുക്കാനുണ്ട്, അത് ഏകദേശം എല്ലാവർക്കും അറിയാം. ഇനി വേദലക്ഷ്മിക്ക് എത്ര കൊടുക്കാനുണ്ടെന്ന് നമുക്കറിയത്തില്ല. ഇനി കൊടുക്കാനുണ്ടോ എന്ന് പോലും അറിയത്തില്ല. എന്ന് വെച്ചാൽ വേദലക്ഷ്മി അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പൈസ ആരാ പൈസ കൊടുക്കാനുണ്ടെന്ന് പറയുന്നതല്ലാതെ തനിക്ക് എത്ര കിട്ടാനുണ്ട് അല്ലെങ്കിൽ അപ്പുറത്ത് എത്ര കൊടുക്കാനുണ്ടെന്നൊന്നും ഇവരാരും പറയുന്നില്ല. റോബിൻ എത്ര കൊടുത്തൊന്നും പറയുന്നില്ല. ഞാൻ ചുരുക്കം എനിക്ക് പറയാനുള്ളത്, റോബിൻ പറയുന്നുണ്ട് കൊണ്ടുപോയി കേസ് കൊടുക്ക്, നമുക്ക് കേസ് വെച്ച് കാണാം എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ റോബിന് ക്യാഷ് കൊടുത്തു, അവർ വിശ്വാസത്തിന് മേളിൽ ആരൊക്കെയോ അപ്പോഴേക്കോ പൈസ കൊടുത്തു. പക്ഷെ ഇനിയിപ്പോൾ ആ കാശ് വാങ്ങിക്കണമെങ്കിൽ പോയി കോടതി പോകണം എന്നാണോ റോബിൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം. എന്നാ പിന്നെ നിങ്ങൾ നിയമപരമായിട്ട് വന്ന് ഞാൻ നിയമപരമായിട്ട് പൊയ്ക്കോളാം, നമുക്ക് നിയമപരമായിട്ട് നേരിടാമെന്ന് പറയുമ്പോൾ എനിക്കൊരു സംശയമാണ് കേട്ടോ. അപ്പൊ റോബിൻ ഈ പൈസ ഇപ്പോഴും കൊടുക്കാനുള്ള പൈസ കൊടുക്കാൻ തോന്നുന്നില്ലേ? അതല്ല ഇനി കോടതി പോയിട്ട് ഞാൻ കൊടുക്കത്തുള്ളൂ എന്നുള്ളതാണോ റോബിന്റെ ഭാഗം? അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. ഇതൊക്കെ ഒരു മേശയുടെ ചുറ്റും തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇവരെയൊക്കെ വിളിച്ചിട്ട് ഞാൻ ഇന്ന ഡേറ്റിൽ ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, എനിക്കിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നമുക്കിത് പറഞ്ഞു തീർക്കാന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ ഇത് വലിച്ചു നീട്ടി ഇതിപ്പോ എങ്ങും നിൽക്കാത്തൊരു അവസ്ഥയിലേക്ക് പോയി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോബിനും ഇതിനകത്ത് കൈയുണ്ട്, ഈ പറഞ്ഞ വേദലക്ഷ്മിക്കും ഈ അനന്തുവിനും ഇപ്പൊ പുതിയ ആളുണ്ടല്ലോ അഭി, അപ്പൊ ഇവർക്കെല്ലാം ഇതിനകത്ത് ഒരു പങ്കുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കണ്ടിട്ട് പറയാമല്ലോ, ഇവരാരും മോശക്കാരൊന്നുമല്ല. ഇവരെല്ലാം ഒരു വെടിക്കുള്ള മരുന്ന് കൈ കരുതിയിട്ടുണ്ട്. ഇവരുടെ എല്ലാം കയ്യിൽ ഒരു വെടിക്കുള്ള മരുന്നുണ്ട്. ഇവർ ഇതും വെച്ചുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഫൈറ്റ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഇതൊരു ക്യാഷിന്റെ ഇഷ്യൂ ആണ്. റോബിൻ ക്യാഷ് കൊടുക്കുമെന്ന് ഇവർക്കൊരു പേടി, അത് കൊടുക്കാതിരുന്നപ്പം ഇത് വാങ്ങിച്ചെടുക്കണം എങ്ങനെയെങ്കിലും ഇവർക്ക്. അപ്പൊ അതിന്റെ പേരിൽ തുടങ്ങിയ വിഷയം ഇപ്പൊ ഇവിടെ എങ്ങും നിൽക്കാതെ വേറെ തലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒരുമിച്ചിരുന്ന് കോംപ്രമൈസ് ആക്കിയില്ലെങ്കിൽ ഇനിയും ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഓരോ പോസ്റ്റൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെയൊക്കെ ഇടുവാണെങ്കിൽ ഇത് രണ്ടുപേരെയും ബാധിക്കും. വേദലക്ഷ്മിക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ വേദലക്ഷ്മി എത്ര തരാനുണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ ഈ പറയുന്ന പുള്ളിക്ക് എത്ര കൊടുക്കാൻ തെളിവ് സഹിതം കാണിക്കണം. അതുപോലെ റോബിൻ അപ്പുറത്തൊന്നും കാണിക്കണം എത്ര വാങ്ങിച്ചു എത്ര കൊടുത്തു എന്നുള്ളത്. അപ്പോഴേ നമുക്കൊരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. ഇതിനകത്ത് ക്ലാരിറ്റി ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുക എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്തായാലും ആരും ഈ പറഞ്ഞ റോബിനും കൊള്ളാം, വേദലക്ഷ്മിയും കൊള്ളാം, ഈ പറയുന്ന അനന്തു എന്ന് പറയുന്ന പുള്ളിയും കൊള്ളാം, എല്ലാം കൊള്ളാം. ഇവരെല്ലാരെയും ഒരു നടക്കിരുത്താൻ കൊള്ളാം, അത്രേ ഉള്ളൂ. ഓക്കെ, അതായത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.